എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അനി ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ആദർശ് അങ്ങോട്ട് വരുന്നത്. ആദർശ് വന്നിട്ട് ചോദിച്ചു, നീ എന്തിരിപ്പ അനി ഇരിക്കണേന്ന് ചോദിക്കുക. അല്ല ആദർശേട്ടാ, എന്ത് പറ്റി? അല്ല, നിനക്ക് അനാമയെ കുറിച്ച് അറിയണമെന്നൊന്നുമില്ലേ? ഓ, എനിക്ക് അറിഞ്ഞിട്ട് ഇപ്പൊ വലിയ കാര്യമൊന്നുമില്ലെന്ന് പറയണോ. എടാ, അവളെ കാണാതെ പോയിരിക്കുക. നിനക്ക് അവളുടെ വീട്ടിലേക്ക് ഒന്ന് വിളിച്ചു നോക്കാൻ മേലായിരുന്നോ? ആദർശേട്ടാ, ഞാൻ വിളിച്ചോണ്ട് എന്താവാനെന്ന് ചോദിക്കാം. ദേ, നിന്റെ ഈ ഒരു നിസ്സഹായാവസ്ഥയുണ്ടല്ലോ. പെട്ടെന്ന് അനി പറഞ്ഞു, അതെ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. അവൾ എങ്ങോട്ടെങ്കിലും പോയതാണെന്ന് പോലും അറിയത്തില്ല. അല്ലെങ്കിൽ പിന്നെ അവളെ ഇത്ര പെട്ടെന്ന് കാണാതെ പോവാം. എനിക്ക് അതിനോ ഒരു താല്പര്യമില്ലാത്ത കാര്യമെന്ന് ആദർശാൻ അറിയാലോ. അല്ലെങ്കിൽ തന്നെ ഈ വിവാഹം ആലോചിച്ചപ്പോ തൊട്ട് ഓരോ ചടമുടകൾ വന്നോണ്ടിരിക്കുക. ഇനി ഇതുമായിട്ട് മുന്നോട്ട് പോകാനായിട്ടും എനിക്ക് താല്പര്യമില്ലെന്ന് പറയാം. ആദർശ് പറഞ്ഞു, അതെ, മുത്തശ്ശനാണ് അവർക്ക് വാക്ക് കൊടുത്തിരിക്കുന്നത്. എന്ത് വില കൊടുത്തും മുത്തശ്ശൻ ആ വാക്ക് പാലിച്ചിരിക്കുമെന്ന് പറയാം. ഈ സമയം അനി പറഞ്ഞു, അതിന് അവള് തിരിച്ചു വന്നാലല്ലേന്ന് ചോദിക്കാം. ഓഹോ, അപ്പൊ നീയാണോ ഇനി അവളെ കടത്തിക്കൊണ്ട് പോകുന്ന ചോദിക്കുക. എന്റെ ആദർശേട്ടാ, ആദർശൻ ഇത് എന്ത് വർത്താനാ പറയണേന്ന് ചോദിക്കുക. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എനിക്ക് ഇതുവരെയായിട്ട് അവളെ എന്റെ ഭാര്യയായിട്ട് കാണാൻ പോലും എനിക്ക് സങ്കല്പിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ലെന്ന് പറയാം. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ എന്റെ കാര്യം ഒന്ന് ഓർത്ത് വെക്ക്. എന്റെ നയനയുടെ, അതെ, പെണ്ണ് കാണാതെ ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയെന്ന് പറയാണ്. കാരണം അവളായിട്ട് യാതൊരു പരിചയമോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. പക്ഷേങ്കിൽ ഞങ്ങളുടെ വിവാഹ ജീവിതം ഇപ്പൊ കണ്ടില്ലേന്ന് ചോദിക്കുക. എത്ര നല്ല സ്മൂത്ത് ആയിട്ടാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേട്ടതും അനി പറഞ്ഞതേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആദർശേട്ടാ. നയനേടത്തി അല്ല ഈ പറയുന്ന അനാമിക എന്ന് പറഞ്ഞാൽ. നയനേടത്തിയുടെ സ്വഭാവം നല്ല സ്വഭാവമാണ്. അതുകൊണ്ടല്ലേ ആദർശേട്ടന് പോലും ഇത്ര മാറ്റം ഉണ്ടായത്. ഈ കുടുംബത്തിലെ എല്ലാരും മാറ്റിയെടുക്കാൻ നയനേടത്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അനാമിക അങ്ങനെയല്ല. അനാമിക ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ വീട്ടിലൊരു ബോംബിടാനായിട്ടോ അവള് തീരുമാനിക്കുള്ളൂ. അവളുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാ ഞാൻ പറയണേ. നയനേടത്തിയെ പോലെ ഒരു ഭാര്യയെ കിട്ടിയത് ആദർശാന്റെ പുണ്യമായിട്ടാ ഞാൻ കരുതുന്നത്. അതുപോലത്തെ ഒരു നല്ലൊരു ജാതകമാണെങ്കിൽ നല്ലതായിരുന്നു പറയാം. നീ എന്താ പറഞ്ഞ? അതുപോലത്തെ നല്ലൊരു ജാതകം ആരും നയനെ കൂട്ടോ? അതെ, അത് തന്നെ. അങ്ങനത്തെ ഒരു നല്ല ജാതകം കിട്ടുവാണെങ്കിൽ എനിക്ക് നയനേടത്തി ഇപ്പോൾ നല്ലൊരു പെണ്ണിനെ കിട്ടൂലോ. ആദർശാടിന് ലക്കടിച്ച പോലെ. ആദർശാണ് ആലോചിച്ച് വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്ര നല്ല സ്വഭാവ ഗുണങ്ങളോട് കൂടിയിട്ട് ഒരു പെൺകുട്ടി ആദർശാണ് കിട്ടുമെന്ന് ചോദിക്കാം. അതെ, നീ നിന്ന് കൂടെ ന്യായമൊന്നും പറയണ്ട. അനാമയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുമെന്ന് അറിയാം. അല്ലെ പോയി അന്വേഷിക്കാൻ പറയാണ്. ആദർശേട്ടാ, ഞാനിത് എവിടെ പോയി അന്വേഷിക്കുന്ന പറയണേ. ഈ സമയം ആദർശിന്റെ ഫോൺ ബെല്ലടിക്കുക. നോക്കിയപ്പോ SI ആണ്. SI വിളിച്ചിട്ട് ചോദിച്ചു, അതെ, അനാമിക വിളിക്കാൻ പറ്റേ ചെയ്തോന്ന് ചോദിക്കും. ഇല്ല സാറേ, ഒരു വിവരം എന്തെങ്കിലും വിവരം കിട്ടിയോന്ന് ചോദിക്കും. ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് തിരക്കാ ഇവിടെ. അത് കഴിഞ്ഞതിന് ശേഷമേ അനാമയെ കുറിച്ചൊക്കെ അന്വേഷിക്കാൻ ഇറങ്ങാൻ പറ്റുള്ളൂ. CM വരുന്നുണ്ട്. അപ്പൊ അയാൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്നൊക്കെ പറയാം. ശരി സാറെന്ന് പറഞ്ഞ് കോഡ് കട്ട് ചെയ്യുക. ഈ സമയം ആദർശ് പറഞ്ഞു, ഇനിയിപ്പം എവിടെ പോയി അന്വേഷിക്കുമെന്ന് അറിയത്തില്ല എന്ന് പറയാൻ. അനി പറഞ്ഞു, അവള് ചിലപ്പോ വരുമായിരിക്കുന്നേ. ഒന്നെങ്കിൽ അല്ല ഫ്രണ്ട്സിന്റെ അടുത്തോ, അല്ലെങ്കിൽ ഇനി പറയാൻ പറ്റില്ല, വേറെ മറ്റാരുടെയെങ്കിലും കൂടെ പോയതാണെന്ന്. ആദർശ് പറഞ്ഞു, എന്നാലും നിനക്ക് ഇങ്ങനെയൊക്കെ എങ്ങനെ ചിന്തിക്കാൻ തോന്നുന്നു അനിയെന്ന് പറഞ്ഞ അനിയനെ അങ്ങോട്ട് കുറ്റപ്പെടുത്തുവാണ്. പിന്നീട് കാണിക്കുന്ന നയനെ നന്ദും കൂടെ പോവാണ്. അവർക്ക് എന്ത് ചെയ്യാൻ നിർത്തില്ല. അവർ കുറെ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അനാമയുടെ കാറ് കിടക്കുന്നുണ്ടോ. ഇതേച്ചി അനാമയുടെ കാറിൽ തന്നെ ചോദിക്കുവാണ്. അങ്ങനെ അവര് അതിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. അകത്ത് ചെന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അകത്തൊരു മൊബൈൽ ഫോൺ കിടക്കുന്നുണ്ടോ. അപ്പൊ ഇത് അനാമികയുടെ മൊബൈൽ ഫോൺ ആയിരിക്കും കിടക്കണേ. പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരു വീട് കണ്ടു. ഈ വീട് മിക്കവാറും CCTV ക്യാമറ കാണും. ഇവിടെ വെച്ചാണെങ്കിൽ അവളെ തട്ടിക്കൊണ്ട് പോയെങ്കിൽ ആ CCTVക്കകത്ത് ആ ദൃശ്യങ്ങളൊക്കെ പഞ്ഞു കാണും. നമുക്കൊരു കാര്യം ചെയ്താലോ, ആ വീട്ടിൽ പോയെന്ന് ചോദിച്ചാൽ ആ ചേച്ചിയോട് CCTVക്കകത്തുള്ള ദൃശ്യങ്ങൾ കിട്ടുവാണെങ്കിൽ അത് നല്ല കാര്യമില്ലെന്ന് ചോദിക്കും. അതെ, പക്ഷെ അത് തരണമല്ലോ എന്ന് പറയാം. ഒരു കൈ നമുക്ക് നോക്കാന്ന് പറയാം. അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് കയറി പോവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പം ആ വീട്ടിലെ സ്ത്രീ അങ്ങോട്ട് ഇറങ്ങി വന്നു. അതെ, ഞങ്ങള് ഞങ്ങൾക്കൊരു സഹായം ചെയ്തു തരുമെന്ന് അറിയാൻ വേണ്ടി വന്നാന്ന് പറയണേ. അല്ല, എന്ത് സഹായം? അതെ, പുറത്തൊരു കാറ് കിടപ്പുണ്ട്. ആ കാറിനകത്തിരിക്കുന്ന ഞങ്ങളുടെ അനിയത്തിനെ കാണാനില്ല. അപ്പോൾ എങ്ങോട്ട് പോയെന്നൊന്നും അറിയത്തില്ല. അപ്പൊ ഇവിടെ CCTV ഉള്ളതുകൊണ്ട് മിക്കവാറും ആരെങ്കിലും തട്ടിക്കൊണ്ട് പോരാൻ അറിയാൻ പറ്റുള്ളൂ എന്ന് പറയണം. ഇത് കേട്ട നിങ്ങൾ ആരെ എവിടുന്നാന്നൊക്കെ ചോദിക്കുകയാണ്. ഞാൻ അനന്തപുരിയിലെ കൊച്ചുമോന്റെ ഭാര്യ എന്ന് പറയണം. ഓ, മനസ്സിലായി, ഞാനേ TVക്കകത്ത് ഇന്റർവ്യൂവിനകത്ത് കണ്ടായെന്ന് പറയണം. പിന്നീട് പറഞ്ഞു, ഇതെന്റെ അനിയത്തി. പക്ഷെങ്കില് കാണാതെ പോയിരിക്കുന്ന ആദർശേന്റെ അനിയൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടീനെയാന്ന് പറയാം. നിങ്ങൾ അകത്തേക്ക് വരാൻ പറഞ്ഞിട്ട് അവരകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് നയനയെ നന്ദുവിനെ. പിന്നീട് അവിടെ പോയി CCTV ക്യാമറയൊക്കെ ചെക്ക് ചെയ്യുവാണ്. അതിനകത്ത് എവിടെയെങ്കിലും കാണുന്നുണ്ടോന്ന്. അങ്ങനെ കുറച്ചേരം കഴിയുമ്പോഴത്തേനും ഗുണ്ടകൾ തട്ടിക്കൊണ്ടു പോകുന്ന ആ രംഗങ്ങളൊക്കെ കാണുവാണ്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോ നയന നന്ദുവിനോട് പറഞ്ഞു, ബാധം പറഞ്ഞിട്ട് അവിടുന്ന് വിളിച്ചോണ്ട് അങ്ങോട്ട് ഇറങ്ങുവാണ്. അപ്പൊ നന്ദു പറഞ്ഞു,
അപ്പൊ എന്തോ വേറെ പ്രശ്നമുണ്ട്, അതുകൊണ്ടല്ലേ അവന്മാർ ഇങ്ങനെ തട്ടിക്കൊണ്ട് പോയെന്ന് ചോദിക്കുക. ബാ നമുക്ക് പോകാന്ന് പറയണം. വണ്ടി നമ്പർ എന്തായാലും കിട്ടിയിട്ടുണ്ടല്ലോ. ഒരു പക്ഷേങ്കിൽ എവിടെയെങ്കിലും ആരുടെയും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു വണ്ടിയോ കണ്ടിട്ടുണ്ടോന്നൊക്കെ അറിയാൻ പറ്റുമല്ലോ എന്ന് പറയണം. അങ്ങനെ അവര് പോവാ. ഈ സമയത്താണ് ആദർശം ജയനും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ജയൻ പറഞ്ഞു, എന്നാലും ഇതുവരെ ആയിട്ടും അനിക്കാണെങ്കിൽ ഒരു ചൂടുമില്ല, കണ്ടില്ലേ? അവനാണെങ്കിൽ ഒന്ന് സംസാരിക്കുന്ന പോലെ അനാമിയയുടെ വീട്ടിലേക്ക് വിളിക്കുക ഒന്നും ചെയ്യുന്നില്ലെന്ന് പറയാണ്. പെട്ടെന്ന് ആദർശം, ശരിയാ, ഞാൻ അവനോട് അതിനെക്കുറിച്ച് സംസാരിച്ചാന്ന് പറയാണ്. ആ സമയത്ത് അജയനും കൂടെ എങ്ങോട്ട് വന്നു. അപ്പോഴാണ് അനിയുടെ വരവ്. അനിയെ കണ്ട ഉടനെ അജയൻ പറഞ്ഞു, നീ എന്താടാ മോനെ അനാമിയനെ ഒന്ന് വിളിച്ചു നോക്കിയെന്ന് ചോദിക്കുക. ഇല്ലച്ചാ. അതെന്താ നീ വിളിക്കാത്തെ? അല്ല അതിപ്പോ ഞാനിതന്നെ വിളിക്കുന്നത്. ആദർശനെ വിളിച്ചു നോക്കിയപ്പോ കിട്ടുന്നില്ലോ. ആദർശാണോ നോക്കണ്ടേ? നീ അല്ലേ വിളിച്ചു നോക്കണ്ടേ? നിന്നെ ഭാര്യയാൻ പോകുന്ന പെൺകുട്ടിയല്ലേന്ന് ചോദിക്കും. എന്റെ അച്ഛാ, ഭാര്യയാൻ പോകുന്ന പെൺകുട്ടി എനിക്ക് അവളോട് പണ്ടേ താല്പര്യമില്ലെന്ന് പറയാ. ഇത് കേട്ടും അജയൻ പറഞ്ഞു, കല്യാണം ഉറപ്പിച്ചപ്പോ തുടങ്ങിയതാണല്ലോ നിനക്ക്. ഈ മനമാറ്റം നിനക്ക് എന്താ അനിയെന്ന് ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, കല്യാണം തുടങ്ങിയപ്പോ തൊട്ട് ഓരോ പിടുത്തക്കെടുകൾ തുടങ്ങിയതാ. ഈ വിവാഹമായിട്ട് മുന്നോട്ട് പോകേണ്ട എനിക്ക് ഒട്ടും താല്പര്യമില്ല. അവളുടെ ക്യാരക്ടർ എനിക്ക് അത്ര കൂടെ പിടിക്കുന്നില്ല അച്ഛാ. എത്രയൊക്കെയാന്ന് പറഞ്ഞാലും ഞാൻ ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടല്ലേന്ന് ചോദിക്കും. ജയൻ പറഞ്ഞു, അതൊക്കെ മാറിക്കോളും. കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും അതൊക്കെ താനെ മാറിക്കോളും. അതേക്കുറിച്ച് ഓർത്തിട്ട് ഇപ്പൊ നീ ടെൻഷൻ അടിക്കണമെന്ന് പറയണം. പിന്നെ മറ്റൊരു കാര്യം കൂടെ, നീ ഒരു കാര്യം ചെയ്യ്, അവൾ എവിടെയുണ്ടോ പോകാൻ അവിടെ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് ചെന്ന് നോക്കാൻ പറയണം. ഫോൺ വിളിച്ചിട്ട് കാര്യമില്ലോ എന്ന് പറയണം. ശരിയെന്ന് പറഞ്ഞിട്ട് അനി അങ്ങോട്ട് പോവാണ്. ഈ സമയം ആദർശ് പറഞ്ഞു, എത്ര പറഞ്ഞിട്ടും അവന്റെ തലയിലേക്ക് കയറുന്നില്ല. അവനാണ് ഈ കല്യാണത്തിനും ഇഷ്ടമില്ല, ഒന്നിനും ഒരു താല്പര്യം ഇല്ലാത്ത മട്ടില്ല. ഇനി കുറച്ച് ദിവസം കൊണ്ട് കല്യാണത്തിനുള്ളൂ. എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്ന് ഓർത്തിട്ട് മനുഷ്യന് ആ ടെൻഷൻ. വിളിച്ച ആൾക്കാരുടെ മുന്നിൽ നാണം കിട്ടി നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ഉപരി വേറൊന്നുമില്ല. പിന്നീട് ജയൻ പറഞ്ഞ്, എന്തൊക്കെയാണല്ലോ അനാമിയമോളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. ഈ കല്യാണം നടക്കണമെന്ന് പറയാ. അജയൻ പറഞ്ഞ്, ശരിയാ, ഒരു കാരണവശാലും ഈ കല്യാണം മുടങ്ങിക്കൂടാന്ന് പറയണം. ഈ സമയം എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ജാനകി ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ട് ദേവേനും ജലജയും കൂടെ വരുന്നത്. ദേവേനും വന്നിട്ട് ചോദിച്ചു, എന്താ ജന, നീ എന്താ ആലോചിച്ചിട്ടിരിക്കണം എന്ന് ചോദിക്കുക. ജലജ പറഞ്ഞു, എങ്ങനെ ആലോചിക്കാതിരിക്കും, അതുപോലത്തെ കാര്യങ്ങളൊക്കെ അല്ലേ ഇവിടെ നടക്കണേ. ഒന്ന് ഓർത്തു നോക്കി, ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നെന്ന് പോലും അറിയത്തില്ല. അല്ല, വല്ല വിവരം കിട്ടിയ അനാമിയെ കുറിച്ചുള്ളതെന്ന് ജലജ ചോദിക്കുകയാണ്. ഇല്ല, ഒരു വിവരം കിട്ടിയില്ല ഏട്ടത്തിന്ന് പറയാം. പെട്ടെന്ന് തന്നെ ജലജ പറഞ്ഞു, എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും കല്യാണം മുടങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. വിളിച്ച എല്ലാവരുടെയും മുന്നില് ദേവേന്റെ നീ ഒന്നും മിണ്ടാതിരിക്കണം ജലജ, നീ എന്തിനാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മനുഷ്യൻ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കുക. അല്ല, ഞാനങ്ങോട്ട് പറഞ്ഞോളെന്ന് പറയണം. ആ സമയത്താണ് കനകയും കൂടെ അങ്ങോട്ട് വരുന്നത്. കനകയെ കണ്ടതും ജാനകിയും രൂക്ഷമായിട്ട് നോക്കുവാണ്. ജലജ പറഞ്ഞു, ആഹാ വന്നല്ലോ, ഭയങ്കര സന്തോഷത്തിലായിരിക്കും. ഒരു പക്ഷെ അനിമോന്റെ കല്യാണം മുടങ്ങാന്ന് പറഞ്ഞ് ഇവർക്ക് സന്തോഷമുള്ള കാര്യമില്ലെന്ന് ചോദിക്കും. അപ്പൊ ദേവേന് പറഞ്ഞു, അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? ഏയ് അങ്ങനെയല്ല, ചെറുതായി എനിക്കങ്ങനെ മനസ്സിൽ തോന്നി, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞാന്ന് പറയണം. ഈ സമയം ദേവേന് പറഞ്ഞു, എന്തൊക്കെയാണല്ലോ എത്രയും പെട്ടെന്ന് അനാമിമോളെ കണ്ടെത്തണം. ഈ വീട്ടിലേക്ക് വരേണ്ട മരുമോൾ അവള് തന്നെയാണ്. ഇവളുടെ പിന്നെ മക്കളെ രണ്ടുപേരെ ഇവിടുത്തെ മരുമക്കളായിട്ട് അംഗീകരിച്ചിട്ട് ഒരു കൂടിയില്ല. എന്തിനാ അംഗീകരിക്കുന്നത്? ഒരുത്തി തലയെ മുണ്ടിട്ടോണ്ട് വന്നു, ഒരുത്തി പ്രഗ്നന്റ് എന്ന് പറഞ്ഞ് കള്ളത്തരം കാണിച്ചിട്ട് വന്നല്ലേ. പിന്നെ ഇവളെയൊന്നും അംഗീകരിക്കേണ്ട കാര്യമില്ല. പക്ഷെ നയനമോൾ അങ്ങനെയല്ല വരാൻ പോകുന്നത്. നയനമോൾ വരെ സർവ്വ ഐശ്വര്യങ്ങളുമായിട്ടാന്ന് പറയാം. ഈ സമയം ജലജ മനസ്സിൽ പറഞ്ഞു, ഐശ്വര്യമായിട്ട് വരും പോലും, വരാതിരുന്നാ മതിയായിരുന്നു. ഈ കല്യാണം എങ്ങനെയാലും മുടങ്ങിയാൽ മതിയായിരുന്നു. പിന്നീട് ജലജൻ ദേവേനും കൂടെ അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് കനിക അങ്ങോട്ട് പോകാൻ തിരിഞ്ഞു ജാനിയെ കയ്യിലേക്ക് കയറി പിടിച്ചു. അവിടെ നിൽക്കാൻ പറയാണ്. അതൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആരോടും ഞാൻ ഇതിലായിട്ട് ഒന്നും തുറന്നു പറഞ്ഞിട്ടില്ല. നന്ദു അനിയും തമ്മിൽ പ്രണയത്തിലാന്ന് അതൊക്കെ ഞാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ എന്ത് ഭൂകമ്പം നടക്കാൻ പോകുന്ന അറിയാലോ. അതുകൊണ്ട് നിന്റെ നന്ദുവിനോട് എത്രയും പെട്ടെന്ന് എന്റെ അനാമികനെ വിട്ടുതരാൻ പറയണം. അനാമികനെ വിട്ടുതരാനായിട്ടോ? അതിന് നന്ദു ഒന്നും ചെയ്തില്ല പോലും. ഞങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ. കാരണം 3-5 പേരെയൊക്കെ ഒറ്റയ്ക്കിടിച്ച് ശരിയാക്കുന്ന അവളും അവളുടെ ഗുണ്ടകളുമായിരിക്കും അനാമയെ തട്ടിക്കൊണ്ടു പോയത്. അനാമയെ തമ്മിലുള്ള വിവാഹം നടക്കാതിരിക്കാൻ വേണ്ടി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കും, നിങ്ങളെ കരുതണ്ടെന്ന് പറയാം. ഈ സമയം കനക പോകാനായിട്ട് വീണ്ടും തിരിഞ്ഞു. അവൻ പറഞ്ഞു, എങ്ങോട്ടാ ഓടുന്നേ? കല്യാണം നടന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അനാമികമോള് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് എന്താ സംഭവിച്ചെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വരവ് ഞാൻ അങ്ങോട്ട് വരും, നമ്മൾ തമ്മിൽ വീണ്ടും കാണും, അറിയാതെ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നോളെ. പെട്ടെന്ന് കനക പറഞ്ഞു, ജാനകി ഉദ്ദേശിച്ചത് പോലെ ഒന്നുമല്ല കാര്യങ്ങള്. നന്ദുവിന് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലെന്ന് പറയണേ. വെറുതെ കള്ളത്തരം പറയണ്ട കനകനീയ. നന്ദുവാണ് അവസാനമായിട്ട് ഫോൺ വിളിച്ചേക്കുന്ന അനാമിക. അതുപോലെ തന്നെ അനാമികയുടെ ഫോണിൽ നിന്ന് നന്ദുവിനെ കോള് പോയിരിക്കുന്നത്. അവരെന്തിനായിരിക്കും വിളിച്ചേ? ഇത് കേട്ടപ്പോ കന പറഞ്ഞു, അതിനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല. അറിയത്തില്ലല്ലേ? അന്ന് അറിഞ്ഞോളും, പോലീസുകാർ ചോദിച്ചപ്പോ നന്നായിട്ട് അറിഞ്ഞോളൂ എന്ന് പറയണം. ഇതുകൂടെ പറഞ്ഞിട്ട്
അവൾ അങ്ങോട്ട് പോവാണ് ജാനകി. കനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് കാണിക്കുന്ന അനാമയുടെ അച്ഛനും അമ്മയും സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം അനാമികയുടെ അമ്മ പറഞ്ഞു, എത്രയ്ക്കാന്ന് പറഞ്ഞാൽ എന്റെ മോൾ എനിക്ക് എത്രയും പെട്ടെന്ന് കിട്ടണം. ഈ കല്യാണം മുടങ്ങിയിട്ടുണ്ടോ അറിയാലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നുള്ളത്. എന്റെ രേവതി, ഇതിന് മാത്രം പൈസ എവിടുന്ന് കൊടുക്കൂന്നോർത്താ നീ ഇരിക്കുന്നേ. ഒരു കാര്യം ചെയ്യ, അവളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് കുറെ പൈസ മാറ്റി വെച്ചില്ല, അതെടുത്ത് ആ ഉപേന്ദ്രന്റെ പൈസയും കൂടെ കൊടുക്ക്. അവൻ മഹാവൃത്തിയായിട്ടാണ്. ഒരു പക്ഷെ നമ്മുടെ മോള് പോയ പോലെ തന്നെ തിരിച്ചു വരണമെന്നില്ല എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേണുവിന് വല്ലാത്തൊരു ഞെട്ടുണ്ട്. തന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിക്കുവോ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എത്രയും പെട്ടെന്ന് അവളെ കണ്ടെത്തിയാൽ മതിയുള്ളൂ. അവൾ എവിടെയാണല്ലോ എന്താണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് എന്റെ മോളെ കിട്ടണം. നിങ്ങളുടെ മോളുടെ ദൂർത്തായതിനെല്ലാം കാരണം ആ സ്വർണം. ഇനിയിപ്പോ സ്വർണം എടുത്തു വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. മോൾ ഉണ്ടായിട്ടില്ല സ്വർണം വേണ്ടുള്ളൂ. അതുകൊണ്ട് വിറ്റ് പെറുക്കിയിട്ടാളും കുഴപ്പമില്ല. എത്രയും പെട്ടെന്ന് തന്നെ മോളെ കണ്ടെത്തണമെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്തൊരു അവസ്ഥയെ വേണം ഇരിക്കുക. ഈ സമയം അനാമിക കൈയൊക്കെ ബന്ധസ്ഥയായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അനാമികയുടെ മനസ്സിൽ കൂടെ പല പല ചിന്തകൾ കടന്നു പോവാം. ദൈവമേ, ആരെങ്കിലും രക്ഷിക്കാൻ വന്നില്ലെങ്കിൽ തന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. തന്നെ മിക്കവാറും ഇവിടെ ഇട്ട് തന്നെ അവന്മാര് കൊല്ലും തോന്നേ. എന്ത് ചെയ്യണമെന്ന് അറിയില്ല, സങ്കടപ്പെട്ട അനാമിക ഇരിക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.